തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുടിവെള്ള പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഒന്നും പരിഹരിക്കാൻ പറ്റൂല. 1921 വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സ് പ്ലാൻ ചെയ്യുകയും രാജാവിൻ്റെ കാലത്ത് 1933 ആദ്യമായിട്ട് എന്ത് വന്നത്? 1933 തിരുവനന്തപുരത്ത് പൈപ്പിലൂടെ കുടിവെള്ളം കൊടുക്കാമെന്നുള്ള തീരുമാനം വരുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്താണ് വെല്ലിംഗ്ടൺ വാട്ടർ വർക്ക്സിൻ്റെ അതിൻ്റെ റിസർവോയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെള്ളം ശുദ്ധീകരിച്ച് അവിടെ അരുവിക്കരയിൽ നിന്നെടുത്ത് ശുദ്ധീകരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കരമന നദിക്ക് കുറുകെയുള്ള അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഡാം കെട്ടി അവിടെ വെള്ളമെടുത്ത് തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹില്ലുകൾക്കടുത്തുള്ള കുന്നുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുന്നുകളിൽ കൊണ്ടുവന്ന് ടാങ്കുകളിലൊക്കെ വീണ്ടും നിറച്ച് അവിടെ നിന്നൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ തോതിൽ തിരുവനന്തപുരത്ത് വെള്ളം കൊടുക്കുന്നു, പൈപ്പ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം ഇങ്ങനെ തിരുവനന്തപുരത്ത് പൈപ്പുകൾ ലൈനുകൾ വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലായിടത്തും വെള്ളം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് ചെറുവയ്ക്കൽ എന്ന് പറയുന്ന ഒരു പഴയ ഉള്ളൂർ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറുവയ്ക്കലും പ്രശാന്ത് നഗർ, ആക്കുളം, കഴക്കൂട്ടം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ ഉള്ളൂർ, ശ്രീകാര്യം ഇങ്ങനെ തുടങ്ങിയ ഒരു ബെൽറ്റിൽ ആഴ്ചകളോളമായി വെള്ളം കിട്ടിയിട്ട്, അതുപോലെ IT പാർക്കിൽ ടെക്നോ പാർക്കിനകത്തുള്ള IT കമ്പനികളിൽ പലർക്കും വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ വളരെ ഗുരുതരമായ ജലപ്രതിസന്ധിയാണ് തിരുവനന്തപുരത്തുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന് പരിഹാരം അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ കൗൺസിലർമാർ, കോർപ്പറേഷൻ്റെ കൗൺസിലർമാരും സംഘവും വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഇടിച്ചു കയറി വലിയ സമരമൊക്കെ ചെയ്തു. പക്ഷേ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇവിടെ പ്രതിസന്ധി വെള്ളമില്ലാത്തത് മാത്രമല്ല, പമ്പിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓവർ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 30 വർഷത്തിന് മുമ്പിട്ട പൈപ്പുകളായതുകൊണ്ടാണ് പ്രശ്നമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതി, ജപ്പാൻ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ JBICയിൽ നിന്ന് പണമെടുത്തിട്ട ഇതെല്ലാം 30 വർഷം ആയില്ലല്ലോ. അപ്പോൾ അതുണ്ട്. അതുപോലെ അമൃത് പദ്ധതി വളരെ റീസെൻ്റായിട്ട് വന്ന പദ്ധതിയാണ്. അമൃത് പദ്ധതിയിൽ പൈപ്പിട്ട കഥകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 30 വർഷത്തെ കഥ പറയുന്നതിനകത്തൊരു കാര്യമില്ല. അഥവാ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി കൊണ്ടാണ് ഈ വെള്ളം മുടങ്ങുന്നതെങ്കിൽ അതിനൊരു പ്ലാൻ എവിടെ? തിരുവനന്തപുരം നഗരസഭയിലെ 100 വാർഡിലെയും 10 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയ്ക്ക് കുടിവെള്ളം കൊടുക്കാൻ എന്ത് മാസ്റ്റർ പ്ലാനാണ് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലുള്ളത്? എന്ത് പ്ലാനാണ് മേയറുടെ കയ്യിലുള്ളത്, കോർപ്പറേഷൻ്റെ കയ്യിലുള്ളത്? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനുണ്ടോ? ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിണറുകൾ നികത്തിയിട്ടാണ് പൈപ്പ് വെള്ളം കൊടുത്തത്. അന്ന് പറഞ്ഞ ന്യായം കിണറുകൾ കൊതുക് വളർത്തും, വലിയ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് കർശനമായ പോലീസ് കേസ് എടുത്തിട്ടാണ് കിണറുകളെ നികത്തിയത്. എന്നാലും കുറേ കിണറുകൾ ഇപ്പോഴുണ്ട്. മാത്രമല്ല പല കിണറുകളും റീചാർജ് ചെയ്തിട്ടുണ്ട് മഴവെള്ളം ഉപയോഗിച്ച്. അപ്പോൾ കിണറുകളെ നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം? കുളങ്ങൾ, ചെറുതും വലുതുമായ കുളങ്ങളെ എങ്ങനെ കുടിവെള്ളത്തിന് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല വെള്ളം, പക്ഷേ മറ്റ് ആവശ്യങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? അങ്ങനെ കിണറുകളുടെ വെള്ളം, കുളങ്ങളിലെ വെള്ളം, നദികളിലെ വെള്ളം, കുഴൽ കിണറുകൾ, അങ്ങനെ പിന്നെ മഴവെള്ള സംഭരണം, ഇതിലെല്ലാം ഉപരിയായിട്ട് മഴവെള്ളത്തെ നന്നായി സംഭരിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് ലിറ്റർ മഴവെള്ളമാണ് കേരളത്തിൽ വിവിധ വീടുകളിൽ, തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ വിവിധ വീടുകളിൽ കാർ ഷെഡിൻ്റെ അടിയിലും ബെഡ്റൂമിൻ്റെ അടിയിലും അതുപോലെ തന്നെ മുറ്റത്തും പല സ്ഥലങ്ങളിലും പൂന്തോട്ടത്തിൻ്റെ അടിയിലുമൊക്കെ വളരെ മനോഹരമായി മഴവെള്ളം സംഭരിച്ചിട്ടുണ്ട്. അപ്പോൾ മഴവെള്ള സംഭരണത്തെ നമുക്കെങ്ങനെ പ്രോത്സാഹിപ്പിക്കാം? അപ്പോൾ മഴവെള്ള സംഭരണത്തിനെ പ്രോത്സാഹിപ്പിക്കണം, ഭൂജല പരിപോഷണം പ്രോത്സാഹിപ്പിക്കണം, അതുപോലെ പിന്നെ കൃത്രിമ ജാറുകളിൽ മഴവെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം, വാട്ടർ കിയോസ്കുകൾ എത്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. മൾട്ടിപ്പിളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ, വിവിധ ഉദ്ദേശ പദ്ധതികളടങ്ങുന്ന ഒരു കുടിവെള്ള സമഗ്ര പ്ലാൻ കോർപ്പറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സമഗ്രമായൊരു പ്ലാൻ വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കാൻ പറ്റുന്ന വിഭവ സമാഹരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. രാജേഷ് പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ കുടിവെള്ള പദ്ധതി പരിഹരിക്കണം എന്ന് പറയുമ്പോൾ ഏത് പദ്ധതി? അമൃത് പദ്ധതി ഉണ്ട് കേന്ദ്ര സർക്കാരിന്. അമൃത് പദ്ധതിയിൽ കിട്ടുന്ന പൈസയാണോ, ഏത് പദ്ധതിയാണ്, എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായൊരു ഹോംവർക്ക് രാജേഷിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നന്നായിരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകളിലെയും ജനസംഖ്യയുടെ ഇത് കണക്ക് വെച്ചിട്ട് 100 വാർഡുകളിലെയും ജനസംഖ്യയുടെ വാട്ടർ ഡിമാൻഡ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. വാട്ടർ ഡിമാൻഡ് എത്രയാണ്, വാട്ടർ സപ്ലൈ, പ്രസൻറ്റ് സപ്ലൈ എത്രയാണ്, അതിൻ്റെ ഗ്യാപ്പ് എത്രയാണ്. അപ്പോൾ പ്രസൻറ്റ് സപ്ലൈ എത്രയാണ്, എത്ര ദിവസം, എത്ര മണിക്കൂർ, ഏതെല്ലാം ഏരിയകളിൽ വെള്ളം കൊടുക്കുന്നു എന്നുള്ള കണക്കെടുക്കാൻ പറ്റും വാട്ടർ അതോറിറ്റിയിൽ നിന്ന്. സപ്ലൈ ഗ്യാപ്പ് എടുക്കാൻ സപ്ലൈയും ഡിമാൻഡുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എടുത്താൽ സപ്ലൈ ഡിമാൻഡ് ഗ്യാപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ള, ആ ഡിമാൻഡ് അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായ പ്രോജക്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം.
അവിടെ മഴവെള്ള സംഭരണത്തിനും വലിയ പ്രാധാന്യമുണ്ട്, ഭൂജല പരിപോഷണത്തിന് പ്രാധാന്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു പാക്കേജ് തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ് രാജേഷിനോടുള്ള ചോദ്യം. അങ്ങനെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരമാകും. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുത്തതുകൊണ്ടോ പരസ്പരം കുറ്റപ്പെടുത്തിയതുകൊണ്ടോ സമരം ചെയ്തതുകൊണ്ടോ എങ്ങും തീരുന്നതല്ല. ഒരു വിഷൻ ഡോക്യുമെൻ്റ് 2030 കണക്കാക്കിയിട്ട് ഒരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ അതിനൊരു മനസ്സ് കാണിക്കുമോ? കൗൺസിലർമാരോടും മേയറോടും ഭരണകൂടത്തോടും ചോദിക്കാനുള്ള. എന്തായാലും 4-ാം തീയതി പുതിയ ഗവൺമെൻറ് വരും, പുതിയ ജലസേചന വകുപ്പ് മന്ത്രി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. മന്ത്രിയുടെ തലത്തിൽ തന്നെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കുടിവെള്ളം കൊടുക്കാൻ കഴിയും. പക്ഷേ അതിനുള്ളൊരു പ്ലാൻ വളരെ കൃത്യമായി ഉണ്ടാവണം. ആ പ്ലാനിൽ മഴവെള്ള സംഭരണത്തിലും ഭൂജല പരിപോഷണത്തിലും അതുപോലെ തന്നെ ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റിനടക്കമുള്ള വളരെ വലിയ പദ്ധതി KWയുടെ നേതൃത്വത്തിലും അത് മറ്റ് ഏജൻസികളുടെ നേതൃത്വത്തിലും ഏർപ്പെടുത്താവുന്നതാണ്. അത് ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിലൂടെ മാത്രമേ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുകയുള്ളൂ. അത് വെള്ളത്തിലായാലും മാലിന്യത്തിലായാലും അതുതന്നെയാണ് യഥാർത്ഥ അവസ്ഥ.